ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ലേഡീസ് ഓൺലി സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡിലും സ്ത്രീകളും ഈ പെൺകുട്ടികളും നേരിടുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനെ പറ്റിയിട്ടുള്ള അറിവുകൾ പങ്കുവച്ചത് ഒരുപാട് സ്ത്രീകളുടെ ഒരുപാട് കുടുംബങ്ങളുടെ നല്ല റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ടാണ് തുടർച്ചയായും ഈ വീഡിയോസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനകത്ത് ഈ 4ാമത്തെ എപ്പിസോഡിൽ പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ പലരും പറയുന്നത് 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാകുമ്പോൾ എന്തായിരിക്കും, ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കും. അല്ല, ക്യാൻസറൊക്കെ വരാം, സ്ത്രീകൾക്ക് വരാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് പെരി മെനോപോസൽ സ്റ്റേജാണ്. അതായത് മാസമുറ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആർത്തവ വിരാമത്തിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോണുകളായിട്ടുള്ള ഈസ്ട്രജനും പ്രോജസ്ട്രോണിൻ്റെയും ഏറ്റക്കുറച്ചിൽ വ്യത്യാസം വന്നു തുടങ്ങും. വ്യത്യാസം വരുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ പല ലക്ഷണങ്ങളും കാണിക്കും. എന്നാൽ ഇത് ഈ പെരി മെനോപോസൽ സ്റ്റേജിൻ്റെ ആണ് എന്ന് തിരിച്ചറിയാതെ ഇവരിങ്ങനെ ഡോക്ടർമാരെ കണ്ട് പലവിധ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കും. പലരും പറയുന്ന സപ്ലിമെൻറ്റ് ഗുളികകളൊക്കെ വാങ്ങി കഴിക്കും. മാർക്കറ്റിൽ കാണുന്ന പലവിധ പ്രോഡക്റ്റ് വാങ്ങി പരീക്ഷിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ പേരിൽ ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിക്കാനായിട്ട് പോകും. ഇതാണ് അവസ്ഥയെന്ന് പലരും തിരിച്ചറിയില്ല. കാരണം പലരും വിചാരിക്കുന്നത് എനിക്ക് 35 വയസ്സല്ലേ ആവുള്ളൂ, ഈ പ്രായത്തിൽ എനിക്ക് മാസമുറയുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പ്രത്യേകിച്ച് ഇവർ നോക്കുമ്പോൾ മാസാമാസം പീരീഡ്സ് വരുന്നുമുണ്ട്, ഇത് നിൽക്കുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മാസമുറ നിൽക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ പെരി മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെന്ന് പലരും ചിന്തിക്കാറില്ല. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഒരു 48-49 വയസ്സിൽ പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്നുണ്ടെങ്കിൽ, മെനോപോസ് ആവുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 5 വർഷം മുമ്പ് തന്നെ സാധാരണ പെരി മെനോപോസൽ സ്റ്റേജ് കാണും. പെരി മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ 42-43 വയസ്സിലൊക്കെയാണ് കാണുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും അവരുടെ ശരീരത്തിൽ വരുന്ന മറ്റുവിധ പ്രശ്നങ്ങളനുസരിച്ചും ചിലരിൽ ഇത് നേരത്തെ കണ്ടുവന്നു വരും. അതാണ് 35 വയസ്സ് തുടങ്ങിയിട്ട് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങുന്നു എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു പ്രശ്നം ഇവർ വിചാരിക്കുന്ന ജോലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നതെന്ന് ഇവർ വിചാരിച്ചിട്ട് ഇതൊട്ടും മൈൻഡ് ചെയ്യത്തുമില്ല. പലപ്പോഴും ഈ പെരി മെനോപോസൽ സ്റ്റേജ് എന്ന് പറയുന്നത് 40 വയസ്സിൽ തുടങ്ങുന്നത് ഒരു 35 തന്നെ തുടങ്ങുന്നതിന്, നേരത്തെ ആകുന്നതിന് ചില പ്രധാനമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാരമ്പര്യമാണ്. സാധാരണ സ്ത്രീകൾക്ക് ഒരു 48 അല്ലെങ്കിൽ 50 വയസ്സിലാണ് മാസമുറ നിൽക്കുന്നുണ്ടെങ്കിലും ചില സ്ത്രീകളിൽ ഇത് നേരത്തെ, ചില കുടുംബങ്ങളിലുള്ള സ്ത്രീകളിൽ നേരത്തെ ഒരു 42-43 വയസ്സിൽ തന്നെ മാസമുറ നിന്നു എന്ന് വരാം. ഇങ്ങനെ നിൽക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ അതിനു മുമ്പ് ഒരു 35 വയസ്സിൽ തന്നെ ഈ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പുകവലി ശീലമാണ്. അയ്യേ, സ്ത്രീകൾ പുകവലിക്കോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്ത്രീകളും പെൺകുട്ടികളും പലരും ഒരുപക്ഷെ ഫാമിലിയിലോ ഇല്ലെങ്കിൽ ഹസ്ബൻഡ് സിഗരറ്റ് വലിക്കുമ്പോഴോ കൂടെ കമ്പനിക്ക് സിഗരറ്റ് വലിക്കുന്നവരാണ്. ഇങ്ങനെ ഈ പുകയിലയുടെ ഉപയോഗം ഏതെങ്കിലും തരത്തിൽ ശരീരത്തിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ വളരെ നേരത്തെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് കണ്ടു തുടങ്ങി എന്ന് വരാം. ഇതുകൂടാതെ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറി സർജറി നടത്തുന്നു. ഇപ്പോൾ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് കാണുന്നു, ഇല്ലെങ്കിൽ ഡെർമോയിഡ് സിസ്റ്റ് കാണുന്നു, ഓവറിയെ ബാധിക്കുന്ന വലിയ സിസ്റ്റുകൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഓവറിയോ ഇല്ലെങ്കിൽ യൂട്രസോ നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ക്യാൻസറിൻ്റെ എന്തെങ്കിലും ബാധയുണ്ട്, എൻഡോമെട്രിയോസിസ് ഉണ്ട്, ഒരു ഓവറി തന്നെ എടുത്തു കളയേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിനുശേഷവും ഈ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പെരി മെനോപോസൽ സിംറ്റംസ് ഒരു 30-35 വയസ്സിൽ തന്നെ കണ്ടുവന്ന് വരാം. ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ യൂട്രസും ഓവറിയും എടുത്തു കളഞ്ഞു എന്ന് വരാം. അതായത് അവരുടെ ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ഒരു സ്ത്രീത്വം നിലനിർത്തുന്ന ഹോർമോണുകൾ പെട്ടെന്ന് അങ്ങ് നിൽക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് മെനോപോസിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പോയി എന്ന് വരാം. ഇതുകൂടാതെ ഇപ്പോൾ ക്യാൻസർ രോഗബാധയ്ക്കെടുക്കുന്ന കീമോതെറാപ്പി, റേഡിയോ തെറാപ്പി പോലുള്ള മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ട് ഇവർക്ക് ശരീരത്തിൽ സ്ത്രീ ഹോർമോണുകൾ കുറയുകയും അത് ഫോളോ ചെയ്തിട്ട് ശരീരത്തിൽ പെരി മെനോപോസൽ സ്റ്റേജിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്നും വരാം. ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്ന മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പെരി മെനോപോസൽ സ്റ്റേജ് നേരത്തെ വന്നു എന്ന് വരാം. അതായത് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കപ്പെടുന്നത് തൈറോയ്ഡ് രോഗങ്ങളാണ്. അതായത് ഇപ്പോഴത്തെ സ്ത്രീകളിൽ തൈറോയ്ഡ് രോഗം ഇല്ലാത്തവരെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും എന്ന് പറയുന്ന അത്രത്തോളം കോമൺ ആയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന ആൻറ്റിബോഡി രോഗങ്ങളുണ്ട്. നമ്മൾ രക്തം പരിശോധിക്കുന്ന സമയത്ത് ആൻറ്റി തൈറോ ഗ്ലോബുലിൻ ടെസ്റ്റ് അല്ലെങ്കിൽ TPO ആൻറ്റിബോഡീസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ തൈറോയ്ഡ് ഈ ആൻറ്റിബോഡീസ് വളരെയധികം അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആയിട്ട് നിൽക്കും. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ഉള്ളവർക്ക് ഈ ഈസ്ട്രജൻ ഹോർമോൺ പെട്ടെന്ന് കുറഞ്ഞു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്.
ഇതുകൂടാതെ തന്നെ ഇപ്പോൾ സ്ത്രീകളെ ബാധിക്കുന്ന റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് നമ്മുടെ സന്ധിവാദം പോലുള്ള അവസ്ഥകൾ, ആമവാദം പോലുള്ള സാഹചര്യങ്ങൾ കാണുക. അതേപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിൽ വരുന്ന മറ്റെന്തെങ്കിലും ഓട്ടോഇമ്യൂൺ രോഗം, SLE എന്ന് പറയുന്ന രോഗാവസ്ഥയുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ കുടലിനെ ബാധിക്കപ്പെടുന്ന ക്രോൺസ് ഡിസീസ് പോലുള്ള അവസ്ഥകളുള്ള സ്ത്രീകൾക്കോ ഈ ഈസ്ട്രജൻ ഹോർമോൺ നേരത്തെ കുറഞ്ഞു പോവുകയും പെരി മെനോപോസൽ സ്റ്റേജ് ഒരു പക്ഷേ 35 വയസ്സ് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തൊന്നും വരാം. ഇനി ഈ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എനിക്കുമുണ്ടോ എന്നൊരു സംശയം തോന്നിയെന്ന് വരാം. ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകളിൽ കാണുന്ന പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റിയാണ്. സാധാരണ മെനോപോസ് അല്ലെങ്കിൽ മാസമുറ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പൂർണ്ണമായിട്ടും പീരീഡ്സ് അങ്ങ് സ്റ്റോപ്പായി എന്ന് വരാം. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പെരി മെനോപോസൽ സ്റ്റേജിൽ പീരീഡ്സ് സ്റ്റോപ്പ് ആവത്തില്ല. ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ലേറ്റായിട്ട് പീരീഡ്സ് ആയി എന്ന് വരാം. പീരീഡ്സ് ചിലരിൽ കറക്റ്റായിട്ട് ആകുമെന്നുണ്ടെങ്കിലും പീരീഡ്സിൻ്റെ ബ്ലീഡിങ് താരതമ്യേന കുറവായിരിക്കും. മുമ്പത്തെ വർഷത്തേക്കാൾ ബ്ലീഡിങ് ക്രമേണ കുറഞ്ഞു വരുന്നു. കൂടാതെ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ പീരീഡ്സ് സ്റ്റോപ്പ് ആവാനായിട്ട് ഡിലേ വരും. കാരണം ഈസ്ട്രജൻ ഹോർമോൺ പോലെ തന്നെ പ്രോജസ്ട്രോൺ ഹോർമോണും ശരിയായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു 4 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ബ്ലീഡിങ് കുറയുകയും സ്റ്റോപ്പ് ആവുകയും ചെയ്യത്തുള്ളൂ. എന്നാൽ ഈസ്ട്രജൻ പ്രോജസ്ട്രോൺ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുന്ന സമയത്ത് ചെറിയ ബ്ലീഡിങ് ആയിരിക്കുകയും ചെയ്യും. വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകാതെ ഇത് കണ്ടിന്യൂ ചെയ്ത് 2 ആഴ്ച വരെയൊക്കെ ബ്ലീഡിങ് നിന്നു വരാം. ഇതാണ് വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ കാണപ്പെടുന്ന ലക്ഷണം. പലപ്പോഴും ഈ ലക്ഷണം കാണുന്ന സമയത്ത് ഇത് തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം, ഹീമോഗ്ലോബിൻ കുറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണെന്ന് കരുതി ആൾക്കാർ ഇങ്ങനെ അങ്ങ് വിചാരിച്ച് നടക്കാറുണ്ട്. ഇനി ഈ പീരീഡ്സ് പ്രശ്നം പോലെ തന്നെ സ്ത്രീകളെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഉറക്കത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. രാത്രി ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിൽ വല്ലാണ്ട് വേർപ്പ്, പ്രത്യേകിച്ച് ഇത് ചൂട് കൊണ്ടാണോ എന്നറിയില്ല. അടുത്ത് കിടക്കുന്ന ഹസ്ബൻഡും കുട്ടികളും സുഖമായിട്ട് ഉറങ്ങുന്നു, എന്നാൽ സ്ത്രീകൾക്ക് ഭയങ്കര അസ്വസ്ഥയായിരിക്കും, ഭയങ്കര ഇറിറ്റേഷനും വേർപ്പും രാത്രി കണ്ടുവെന്ന് വരാം. കൂടാതെ ഉറക്കക്കുറവ് കണ്ടുവെന്ന് വരാം. ശരീരത്തിൽ ചില സ്ത്രീകൾക്ക് ആവി പറക്കുന്ന പോലെ ലക്ഷണം, അതായത് മാസമുറയ്ക്ക് സ്റ്റോപ്പാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. മാത്രമല്ല ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കുറഞ്ഞു വരുന്നു. ഈ അത്യാവശ്യം റിസ്ക് ഉള്ള ജോലികളൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അനുഭവപ്പെട്ടു എന്ന് വരാം. ചെറുതായിട്ട് എന്തെങ്കിലും നമ്മൾ ജോലി തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ബ്രെയിൻ ഫോഗ്, അതായത് നമുക്ക് തലയങ്ങ് പെരുത്ത് വരുന്നു, നമുക്ക് കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ സ്ത്രീകൾ ഫേസ് ചെയ്തു എന്ന് വരാം. ഇതുകൂടാതെ ഇവരുടെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം പെട്ടെന്ന് കുറഞ്ഞു വരുന്നു, സംതൃപ്തി കുറഞ്ഞു വരുന്നു, മൂഡ് സ്വിങ്സ് ഡെവലപ്പ് ചെയ്യുന്നു, ചെറിയ കാര്യത്തിൽ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക. നമ്മളിപ്പോൾ വീട്ടിലുള്ള ആൾക്കാരോടോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോട് പോലും നമ്മൾക്കൊരു അകൽച്ച കീപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ആണ് എന്നും പറഞ്ഞിട്ട് സൈക്കാട്രിസ്റ്റിനെ കണ്ട് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുക, ഉറക്കമില്ലായ്മയ്ക്ക് മരുന്ന് കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് വരാം. യഥാർത്ഥത്തിൽ ഇത് ഈ പെരി മെനോപോസൽ സ്റ്റേജ് ആണെന്ന് പല സ്ത്രീകളും മനസ്സിലാക്കത്തുമില്ല. കുടുംബത്തിലുള്ളവർ ഇത് തിരിച്ചറിയാൻ പോകുന്നില്ല. ഇങ്ങനെ അമിതമായിട്ടുള്ള ആങ്സൈറ്റി, ഉത്കണ്ഠ, ഉറക്കക്കുറവ് പോലുള്ള ലക്ഷണങ്ങളിൽ ക്രമേണ ഈ സ്ത്രീകൾക്ക് അസ്വസ്ഥത, മാനസികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥത കണ്ടുവന്ന് വരാം. ലൈംഗിക പ്രശ്നങ്ങളും ഇത് മുഖേന കണ്ടുവന്ന് വരാം. പ്രത്യേകിച്ച് ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു തുടങ്ങുമ്പോൾ പെരി മെനോപോസൽ സ്റ്റേജിൽ വജൈനൽ ഡ്രൈനസ്, അതായത് യോനിയിലുള്ള വഴുവഴുപ്പ് ക്രമേണ കുറഞ്ഞു വന്നു എന്ന് പറയാം. ഇത് കാരണം ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വളരെ വേദനാജനകമാകും. ഇത് കാരണം ഇവരെന്ത് ചെയ്യും? പൊതുവേ ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കും, ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ചൂടാവും, ഹസ്ബൻഡിനോട് എപ്പോഴും വഴക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പൊതുവെ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇവർ ചിലപ്പോൾ ദൈവവിശ്വാസത്തിൻ്റെ പുറകെ അങ്ങ് പോയി എന്ന് വരാം. ഇത്തരം ലക്ഷണങ്ങളും സ്ത്രീകൾ ഈ ഒരു സമയത്ത് കാണിച്ചു എന്ന് വരാം. ഇതുകൂടാതെ എപ്പോഴും ഒരു യൂറിനറി ഇറിറ്റേഷൻ, അതായത് മൂത്രനാളമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് എപ്പോഴെങ്കിലും അസുഖങ്ങൾ വരും. ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണമെന്നൊരു തോന്നൽ, അതേ നേരം പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു, വെള്ളം കൂടി അല്പം തന്നെ കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം പോകുമ്പോൾ നീറ്റിൽ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും ഈ പെരി മെനോപോസൽ സ്റ്റേജിൽ സ്ത്രീകൾക്ക് കണ്ടുവന്ന് വരാം. ഞാനിവിടെ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ അവരിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള പല സ്ത്രീകൾക്കുമുള്ള ലക്ഷണങ്ങൾ ഈസ്ട്രജൻ കുറയുന്നുണ്ടാണെന്ന്? അതെ, സ്ത്രീകൾ ഇങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ താമസിച്ച് വരേണ്ട ചില സ്റ്റേജുകൾ നേരത്തെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ കുടുംബത്തിൻ്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം സ്ത്രീകൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ബോധവൽക്കരൻ ആവണം. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.